ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMT. നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യുന്നത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര പാർട്ട് 5 അഞ്ചാം ഭാഗം, അതായത് ജ്യാമിതിയും ബീജഗണിതം എന്ന പാഠഭാഗത്തിന്റെ അഞ്ചാം ഭാഗം റിവിഷനാണ് ഇന്ന് നടക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, A13, B25, C37 and D are points on a line such that AB equals BC equals CD. എയുടെയും ബിയുടെയും സിയുടെയും തന്നിട്ടുണ്ട്, ഡിയുടെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഡി, ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ചോദ്യം മനസ്സിലായോ? A13, B25, C37 ഡിയും എന്താണ്? ഒരു ലൈനിലെ ബിന്ദുക്കളാണ്. എ ബിയും ബി സിയും സി ഡിയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഡിയുടെ സൂചകസംഖ്യകൾ എന്താ? എത്ര? വരയുടെ ചരിവ് എത്ര? വരയുടെ സമവാക്യം എന്താണ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. A13, B25, C37 നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ. 1 ഒന്നും കൂടി 2 ഒന്നും കൂടി 3, അടുത്ത എന്തായിരിക്കും? 1 കൂടി 4 ആയിരിക്കും അല്ലേ? 4. ഇവിടെ നോക്കിയേ, 3, 5, 7 ഇത് എത്രയായിരിക്കും? 9 ആയിരിക്കും. മനസ്സിലായോ? ഇനി ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സ്ലോപ്പ് കാണാൻ നമുക്കറിയാം. എന്താണ് സ്ലോപ്പ്? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? y2 - y1 / x2 - x1. അതായത് ഇത് രണ്ടും എടുക്ക്. അപ്പോൾ 5 - 3 / 2 - 1. ഇപ്പോൾ എത്ര ആയിരുന്നു? 2/1, ദാറ്റ് ഈസ് 2. സ്ലോപ്പ് 2 എന്ന് കിട്ടി. കാണുന്നുണ്ടോ? ഇച്ചിരി കൂടെ അടുത്ത് എഴുതാം. ഇവിടെ തന്നെ ഞാൻ ആൻസർ എഴുതുവാണ് കേട്ടോ. 5 - 3 / 2 - 1 ഈക്വൽസ് 2. ഇവിടെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്താണ്? ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുമ്പോൾ സ്ലോപ്പുമായിട്ട് പടം ഒന്നുകൂടെ വരച്ച് അത് മായ്ച്ച് ഒന്നുകൂടെ എഴുതാമെന്ന് വിചാരിച്ച്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ y - y1 ഈക്വൽസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഇവിടെ സ്ലോപ്പാണ്. സ്ലോപ്പ് എം കൊടുക്കാം. എം ഇൻറ്റു എക്സ് മൈനസ് x1. y - 1 എത്ര? 3 ഈക്വൽസ് സ്ലോപ്പ് എത്ര? 2. x1 എത്ര? 1. x മൈനസ് 1. y - 3 ഈക്വൽസ് 2x - 1 × 2 2. ഇതിനെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, അല്ല ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. 2x - y -2 -3 ഇപ്പുറത്തുണ്ട്, +3 = 0. 2x - y +1 = 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, in the rectangle shown, the sides are parallel to the axis. Find the coordinates of the remaining two vertices of the rectangle. Find the length of one of its diagonal. Find the coordinates of the center of its circumcircle. ഞാൻ റെക്റ്റാങ്കിൾ വരച്ചിട്ടില്ല, വരയ്ക്കാം. ചിത്രത്തിൽ ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ചതുരത്തിന്റെ മറ്റു 2 മൂലകളുടെ സൂചകസംഖ്യകൾ എഴുതുക. ചതുരത്തിന്റെ ഒരു വികരണത്തിന്റെ നീളം എത്ര? ചതുരത്തിന്റെ പരിവൃത്ത കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ കാണാം. നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഇതുണ്ട്. A12 ബി തന്നിട്ടില്ല. C98 ഡിയും തന്നിട്ടില്ല. ബിയും ഡിയും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ചിത്രം. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ റിമൈനിങ് 2 വേർട്ടിസസ്. ഇവിടെ നോക്കിക്കേ, പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ? പാരലൽ ടു എക്സ് ആക്സിസ് ആണ് y കോർഡിനേറ്റ് ഈക്വൽ. ഇവിടെ 2 തന്നെ ആയിരിക്കും. പാരലൽ ടു y ആക്സിസ് എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പോൾ ഇവിടെ എത്ര? 9. അപ്പോൾ ബി കിട്ടി 9 2 എന്ന് കിട്ടി.
ഇവിടെ നോക്കിക്കേ, പാരലൽ ടു വൈ ആക്സിസ്. ഇത് വൈ ആക്സിസിന് പാരലല്ലേ, എക്സ് കോർഡിനേറ്റ് ഈക്വൽ 1. വൈ കോർഡിനേറ്റ് ഇവിടെ എത്ര എഴുതിയിരിക്കുന്നത് 8 അല്ലേ. വൈ കോർഡിനേറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് ഈക്വൽ, അപ്പം 8. അപ്പോൾ 1 to 1 8. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എത്ര 6. 8 minus 2 is 6. ഇവിടെ ഡിസ്റ്റൻസോ 1 to 9 2. 9 minus 1 is 8. അപ്പോൾ ലെങ്ത് ഓഫ് ഇസ് ഡയഗണൽ, ഏതെങ്കിലും ഒരു ഡയഗണൽ എടുത്താൽ മതി. ഒന്നാമത്തെ ആൻസർ എഴുതാം, A9 to B അല്ലല്ല, ഇത് ബി ആയി ചോദിച്ചിരിക്കുന്നത്, B9 to D18. ഇനി ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്താൽ മതി. എന്താണ് റൂട്ട് ഓഫ് 2 minus 8 അല്ലെങ്കിൽ 8 minus 2 x1 minus x2 അല്ലേ, 1 minus 9. 1 minus 9 the whole square plus 8 minus 2 whole square equals root of ഇവിടെ എത്ര 8 square 64 എന്ന് വരും അല്ലേ. ഇവിടെ എന്താ 6 square 36. റൂട്ട് 100. 100ന്റെ റൂട്ട് എത്ര ആയിരിക്കും 10 ആയിരിക്കും അല്ലേ. ഈക്വൽസ് ഞാൻ ഡയറക്റ്റ് ആൻസർ ചെയ്ത 10. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ഇറ്റ്സ് സർക്കം സർക്കിൾ. അതാണ് അടുത്ത ചോദ്യം. അതായത് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി, ഏതെങ്കിലും ഒരു ഡയഗണലിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടാൽ മതി. അതായത് 1 plus 9 x1 plus x2 മിഡ് പോയിന്റ് കാണുന്നത് എങ്ങനെ, x1 plus x2 by 2 y1 plus y2 by 2. അപ്പോൾ ഇവിടെ നമുക്ക് 1 9 എടുക്കാം. 1 plus 9 by 2, 2 plus 8 by 2. ഇപ്പോൾ എത്ര കിട്ടും 10 by 2. ഇപ്പോൾ എന്താ കിട്ടും 5 എന്ന് കിട്ടും. ഇതാണ് സിയുടെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ PQR ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. If P 3 minus 3, Q 8 minus 1, R 4 1, then find the coordinates of B, A and C. ചിത്രത്തിൽ ABC-യുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് P, Q, R എന്നിവ. P 3 minus 3, Q 8 minus 1, R 4 1 ആണെങ്കിൽ B, A, C ഇവയുടെ സൂചകസംഖ്യകൾ കാണുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ കണ്ടെത്താം. ഇതെല്ലാം മിഡ് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ചോദിച്ചിരിക്കുന്നത് എന്താണ്, ABC ഇവ കണ്ടെത്തുക. അപ്പം നമുക്ക് B കാണാനാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയഗണൽ, ഇത് പാരലോഗ്രാം ആണ് അല്ലേ, പിന്നെ ഡയഗണൽ എക്സ് കോർഡിനേറ്റ് രണ്ടും ആഡ് ചെയ്ത് ഈ ക്യൂന്ന് സബ്ട്രാക്ട് ചെയ്യാം. അപ്പം എത്ര വരും 4 + 3 -8. 7 നിന്ന് 8 പോയാൽ -1. ഇത് എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് അതുപോലെ ചെയ്യാം. 1 + -3 -1. ഇപ്പം എത്ര കിട്ടും -2 + 1 -1 കിട്ടും. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി -1 -1 -1. ഇനി സിയുടെ കിട്ടാൻ പാടൊന്നുമില്ല. ഇവിടെ നോക്കിക്കേ, -1ന്റെ ഇവിടെ 4 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്. അപ്പം 3ന്റെ ഇവിടെ 4 കൂട്ടുമ്പോൾ 7 കിട്ടും. -1 + -2 ആണ് -3. അപ്പോൾ -2 കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതായത് 1ന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് -3 വരുന്നത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും -5. -1 -3 -5. അപ്പോൾ നമുക്ക് സി കിട്ടി 7 -5. ഇനി എ കിട്ടണം. അപ്പോൾ ഈ എ കിട്ടാൻ നോക്കിക്കേ, ഈ എയുടെ ഓപ്പോസിറ്റ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് പാരലോഗ്രാം. ഈ പാരലോഗ്രാമിൽ ഇതാണ് ഡയഗണൽ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആഡ് 8 4 12. 12ൽ നിന്ന് ഈ എൻഡിലുള്ള കോർഡിനേറ്റ് കുറയ്ക്കുക. 12ൽ നിന്ന് 3 പോയാൽ 9.
അതുപോലെ തന്നെ y കോർഡിനേറ്റ് 1 മൈനസ് 1 കൂടെ കൂട്ടുക 0 0 പ്ലസ് മൈനസ് 3 എത്ര 0 മൈനസ് മൈനസ് 3 അപ്പോൾ എത്ര കിട്ടും +3. അപ്പോൾ എല്ലാ കോർഡിനേറ്റും കിട്ടിയില്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്സും വൈ ഒക്കെ എടുത്ത് x1 y1 x2 y2 x3 y3 എടുത്തും നമുക്ക് ചെയ്യാവുന്നതാണ്. നാലാമത്തെ ചോദ്യം, if A32 B817 are 2 points, if P divides AB in the ratio 2:3, then find the coordinate of P. ഇത് റേഷ്യോ ആണ്, അതായത് 3 2 A 3 2 B 8 17 എന്താണ് രണ്ട് ബിന്ദുക്കളാണ്. A 3 2 B 8 17. പി എ ബി എന്ന വരെ പി എന്ന ബിന്ദു എത്ര അംശം 2:3 എന്ന അംശബന്ധത്തിൽ ഗണിക്കുകയാണെങ്കിൽ പിയുടെ സൂചക സംഖ്യകൾ ഏവ. ഇവിടെ നോക്കിയേ 2:3 എന്ന് പറഞ്ഞാൽ ഇത് 2 ഭാഗം ഇത് 3 ഭാഗം, അതായത് മൊത്തം 5 ഭാഗം. 5 ഭാഗത്തിൽ 2 ഭാഗം എ പിയും ബാക്കി പി ബി എന്ന് പറയുന്നത് 3 ഭാഗം, അതായത് 5ൽ 2 എ പിയും 5ൽ 3 പി ബിയും ആകുന്നു. എ ബി എന്ന വരെ A 3 2 B 8 17 എന്ന വരെ പി എന്ന ബിന്ദു 2:3 എന്ന അംശബന്ധത്തിൽ കാണിക്കുന്നു. അതായത് എ പി 2 ഭാഗം 5ല് പി ബി 3 ഭാഗം 5ല്, മൊത്തത്തിൽ എത്ര 5 ഭാഗം 2 + 3 5 ഭാഗം. 5ആയിട്ട് ഭാഗിച്ചാൽ തുല്യമായിട്ട് ഭാഗിച്ചാൽ അത് 2 ഭാഗം ഇത്രയും, ഇത് 3 ഭാഗം. അതായത് 2/5 എ പി ഈസ് 2/5 ഓഫ് എ ബി ആൻഡ് 3/5 ഓഫ് പി ബി ഈസ് 3/5 ഓഫ് എ ബി. എ ബിയുടെ 5ൽ 3 ഭാഗം. അപ്പോൾ പിയുടെ സൂചക സംഖ്യകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പിയുടെ സൂചക സംഖ്യകൾ കാണാനൊരു സൂത്രവാക്യം തന്നെ ഉണ്ട്, ഞാൻ ടെക്സ്റ്റ് ബുക്കിലില്ല. mx2 + nx1 / m + n. ഇത് x1 y1 ഇത് x2 y2 ആയിട്ട് എടുത്താൽ മതി. my2 + ny1 / m + n. വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഈ സൂത്രവാക്യം ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. ഏത് രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. 2 × x2 എത്ര 8 പ്ലസ് n എത്ര, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, തിരിഞ്ഞു മറിഞ്ഞും പോരും. 3 × x1 എത്ര 3 y 2 + 3 m 2 × y2 17 n 3 × y1 2 / 2 + 3 എത്ര 8 2 16 16 + 9/5 ഇവിടെ എത്ര 34 + 6/5. 16 + 9 എത്ര വരും 25. 25/5 ഇവിടെ എത്ര കിട്ടും 34 6 40/5. ഇപ്പം എത്ര കിട്ടും 5 40/5 എത്ര 8. ഇതാണ് പിയുടെ കോർഡിനേറ്റ്സ് 5 8. ഓക്കെ, അടുത്ത ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, 2x + 3y - 6 = 0 is the equation of the line. Find the coordinates of the point of intersection of this line with the x-axis. Find the slope of the line. അതായത് 2x + 3y - 6 = 0 ഒരു വരയുടെ സമവാക്യമാണ്. ആ വര x അക്ഷത്തെ ഖണ്ഡിക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക, ആ വരയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്യാം. അപ്പോൾ എക്സ് അക്ഷത്തെ ഖണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ y 0 ആയിരിക്കും. അപ്പോൾ ഈ സമവാക്യത്തിൽ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം, yക്ക് 0 കൊടുക്കാം. 2x + ഇതങ്ങ് 0 അല്ലേ, 3 × 0 - 6 = 0. 2x - 6 = 0. 2x = 6. x = 6/2 = 3.
അപ്പം എക്സ് അക്ഷത്തെ ഖണ്ഡിക്കുന്ന ബിന്ദു എന്ന് പറയുന്നത് 0 3 0 3 0. വൈ അക്ഷമാണ് ചോദിച്ചെങ്കിലോ എക്സിന് 0 കൊടുക്കുക. ഇനി സ്ലോപ്പ്. അപ്പം സ്ലോപ്പ് കാണാൻ ഇപ്പോൾ ഒരു സമവാക്യം തന്നിട്ട് സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ നമുക്കൊരു റിലേഷൻ ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? സ്ലോപ്പിന് എം എന്ന് കൊടുക്കുക -a/b. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻറ്റ്. -2/3. നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, മനസ്സിലായോ? അപ്പം ഈ ചാപ്റ്ററിൽ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ലെസൻ്റെ, അതായത് പോളിനോമിയൽസിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഓക്കെ.